എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ജനശബ്ദം ഇന്ന് ചർച്ച ചെയ്യുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ശ്രീ രവീന്ദ്രൻ ചെയ്യുന്നു. രവീന്ദ്രൻ, സ്വാഗതം. പ്രതികരിക്കാം. നമസ്കാരം സാർ. യെസ്. സാറേ, ഈ പ്രകടനപത്രിക കണ്ടിട്ടില്ല. മാധ്യമങ്ങൾ പറഞ്ഞുള്ള അറിവുള്ളൂ, കണ്ടിട്ടും വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ വിലക്കയറ്റത്തെ പറ്റിയോ അല്ലെങ്കിൽ സപ്ലൈകോയെ പറ്റിയോ വല്ലതും ഉണ്ടോ സാറേ? 3 പേരുടെ വാഗ്ദാനങ്ങൾ ഇതൊന്നും അവർ വിലക്കയറ്റത്തെ പറ്റിയോ ജനങ്ങൾക്ക് അത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങളെ പറ്റി ഒന്നുമില്ല. ഇവർ 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകും എന്ന് പറയുന്നു. KSRTC ബസ്സിൽ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര എന്ന് പറയുന്നു. തിരുവനന്തപുരത്തും കോഴിക്കോടും എല്ലാം മെട്രോ റെയിൽ എന്ന് പറയുന്നു. ഇത്തരത്തിൽ നിരവധി വാഗ്ദാനങ്ങളുണ്ട് ഇരുമുന്നണികളുടെയും പ്രകടന പത്രികയിൽ. അപ്പൊ സാറേ, ജനങ്ങൾക്ക് വേണ്ട ഒന്നും ചെയ്ത് പാവപ്പെട്ട സാധാരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു വാഗ്ദാനം ഇല്ലാന്നില്ലെന്നുള്ള ചുരുക്കം പറഞ്ഞില്ല. അതാണ് ഇതിന്റെ യഥാർത്ഥ സത്യം. അതുപോലെ തന്നെ LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന 10 അവർ ഭരിക്കുന്നിടത്തോളം കാലം ഒരു സാധനത്തിനും വില കൂടിയെന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു. ഇതിനൊരു പ്രതിപക്ഷം ചോദിക്കുന്നതിന്റെ ഒരു വാർത്തയ്ക്കകത്തും കാണുന്നില്ല. ഈ ഇലക്ഷൻ വന്നിട്ട് ഇവിടെ പറയുന്ന വർഗീയത ഡീലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ സാറേ, ഈ കേരളത്തിലെ ജനങ്ങൾ അറിയണോട്ടെ, ഈ UDF പറയുന്ന വെറും നടക്കിയല്ലാത്ത പൊള്ളത്തരമായ കാര്യങ്ങളാണ്. അവരെക്കൊണ്ട് ഒന്നിനും കൊള്ളിയല്ലെന്നുള്ള നമുക്കറിയാം. ഇന്ത്യ രാജ്യം പറ്റിക്കൊണ്ടിരുന്ന ഈ കൂട്ടുകൂട്ടി ഇതുപോലെ ആയ അവസ്ഥ അറിയാലോ. ഈ കർണാടകത്തിൽ ഇവര് പരീക്ഷിച്ച് നോക്കിയാൽ ഈ ഫ്രീയായിട്ട് ഈ സ്ത്രീകളെ കൊണ്ടുവന്നത് അവിടെ പൊളിഞ്ഞ് പാലിഷായിപ്പോയി. ഇപ്പൊ ഇവർ പറയുന്നുണ്ട് കർണാടക ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഇത് ചുമ്മാ പറയുന്നുണ്ടോ. അവിടുത്തെ എല്ലാം പൊളിഞ്ഞ് പാലിഷായിപ്പോയി. ആദ്യം മൊത്തം കൊടുത്തു, അവസാനം അത് പൊളിഞ്ഞ് പാലിഷായപ്പോഴേക്ക് പിന്നെ രണ്ടാമത് എന്നാ പറഞ്ഞാൽ VPLകാർക്ക് മാത്രമായി. എന്നിട്ടും രസമില്ലാതെ അവിടെ കൂട്ടിക്കെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അവിടെ കൊടുക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ പറ്റായി ഇവിടെ ഈ കേരളത്തിൽ വന്നിരുന്ന് പറയുന്ന കള്ളങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡീസൽ മറ്റേ നേരത്തെ ഗതാഗത മന്ത്രി പോയി കഴിഞ്ഞപ്പോഴേക്ക് ആന്റണി രാജ് പോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഗണേശൻ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതെന്നറിയാം. ഒരുപാട് സർവീസുകൾ വെട്ടിക്കുറച്ചു. അതുപോലെ എംപാലുകാരായ ഡ്രൈവർമാരെ മൊത്തം കട്ട് ചെയ്തു. ഡ്രൈവർമാരെ എല്ലാം എണ്ണം കുറച്ചു. ഇപ്പോഴുള്ള ഡ്രൈവർമാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സർക്കാർ ജോലിക്കാരായ ഡ്രൈവർമാർക്ക് എടുത്തത് പണിയാക്കി കൊടുത്തിരിക്കുക. അവരിന്ന് ഇപ്പൊ പുറത്ത് പറയാതെ സമരം ചെയ്യാതിരിക്കുന്നതെന്നറിയോ. അതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് നിർത്തിയിരിക്കുക. ഇലക്ഷനാണ്, നിങ്ങൾ രംഗത്തിറങ്ങരുതെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നതുകൊണ്ടായി. അല്ലെ അവരൊക്കെ അവർക്ക് എടുക്കാൻ മേലാത്ത പണിയായിട്ട് അവർ രംഗത്തിറങ്ങാറില്ല. പിടിച്ചു നിർത്തിയിരിക്കുക. അവരെ ചതിക്കില്ലെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് യഥാർത്ഥ സത്യം. അപ്പൊ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് വല്ലതും നടക്കുന്ന കാര്യങ്ങളാണോ ഈ പറയുന്നത്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ ഇത് എങ്ങനെ നടക്കുന്ന ഈ പറയുന്നത്? ഇന്ത്യന്മാരെ കൊണ്ട് ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്? ഒരു കുടുംബത്തെ എത്ര രൂപയുടെ ഇൻഷുറൻസ് വരും മൊത്തത്തിൽ? ഇത് എത്ര രൂപയുടെ ഇൻഷുറൻസ് വരുമെന്നോർത്തായിരിക്കുന്നത്? എത്ര അടവ് വരുമെന്നോർത്തായിരിക്കും? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. പൊന്നു ജനങ്ങളെ, നിങ്ങൾ ഈ ഇത്തരത്തിനകത്തൊന്നും പോയി വീണേക്കല്ലേ. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല സാധാരണക്കാരൻ. പിന്നെ ഇവിടെ എന്നാന്ന് വെച്ചാൽ ഇവര് നീക്കി വെക്കും. ഇവിടെ കുറെ പുരോഗമനം നടത്തിയിട്ടുണ്ട്. കുറെ കുടിയന്മാരെ ഒപ്പിച്ചിട്ടുണ്ട്. കുറെ മയക്കുമരുന്നും കഞ്ചാവും എല്ലാം അടിക്കുന്ന സ്ത്രീകളെ, യുവതികളെ, യുവാക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുരോഗമനം കേരളത്തിൽ വന്നിട്ടുണ്ട്. അല്ലാതെ ഒന്നുമില്ല. കുറെ ലോട്ടറി എടുത്ത് കുടുംബം തകർന്ന് വരിപ്പണമായിട്ട് പാവങ്ങളെ ഓരോ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തടിയും ബഹളവും കുത്തും വെട്ടും കൊല്ലു. ഇപ്പൊ അച്ഛനെ കൊല്ലുന്നു, മകൻ കൊല്ലുന്നു, മകനെ അച്ഛൻ കൊല്ലുന്നു, വലിയ പോകുന്ന സ്ത്രീകളെ കുത്തിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു. ഇതൊക്കെയാണ് ഇവിടെ പുരോഗമനം ഉണ്ടായി. ഈ ഒരു പുരോഗമനം അല്ല വേണ്ടത്. നല്ല പുരോഗമനം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് നാടിന് വല്ലതും നല്ലത് വേണം. പിന്നെ കേന്ദ്ര സർക്കാർ ചെയ്ത പദ്ധതി മാത്രമേ ഉള്ളൂ ഇവിടെ വികസനം എന്ന് പറയുന്നത്. അതാ ഈ കൊട്ടിക്കൊണ്ടിച്ച് പറയുന്നത്. റെയിൽവേരെയൊക്കെ പൊക്കിപ്പിടിച്ചാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞില്ല. ഇവരെ കൊണ്ട് നടക്കുവോ? ഇവരെ കൊണ്ട് ഒരു യുഗം നടക്കില്ല. അപ്പൊ നമുക്ക് വികസനവും വല്ലതും വരണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇതവണ ഒരു വെള്ളി രൂപ പോലും നമ്മുടെ ആരുടെ അടിച്ചിരിക്കൊണ്ട് പോയി അല്ലെ പുള്ളി എടുത്ത് സമ്മതിക്കത്തില്ല. നമ്മൾ ഉറപ്പ് ആരും എടുക്കാനും സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അഴിമതി ഇല്ലാത്തൊരു ഭരണം. നിങ്ങൾ കണ്ടല്ലോ ഈ പൗരത്വ ബില്ലൊക്കെ നടത്തുമ്പോൾ ഇവന്മാരെന്നാ പറഞ്ഞത്? മുസ്ലിങ്ങളെല്ലാം ഇവിടെ നാട് കടത്തും, മറ്റേ കടത്തും എന്തെങ്കിലും ഉണ്ടായോ? ഇതൊക്കെ കള്ള പ്രചരണമാട്ടോ. ഇതിലൊന്നും വീണ്ടും കുഴപ്പമില്ല. ഒരു വിഷയമില്ല. എല്ലാ മുസ്ലിങ്ങളും നല്ല സുഖകരമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഒരു വിഷയം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. പിന്നെ കള്ളപ്രചരണങ്ങൾ കിടന്നില്ലേ? ഇവർക്ക് വേണ്ടി കുറെ PR വർക്ക് ഇറങ്ങുന്ന കുറെ ചാനലുകാരുണ്ട്. ഇവന്മാരൊന്നും പറയുന്നത് എന്ത്? ജനങ്ങളെ നിങ്ങളാരും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അപകടത്തിലോട്ട് പോകുന്നുള്ളതാണ്. ഓക്കെ, വളരെയധികം നന്ദി. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇവിടെ ഇവരുടെ പ്രകടന പത്രിക, LDFിൻ്റെ പ്രകടന പത്രികയിലെ ഒരു വിഷയം അവർ ഇന്ന് മുന്നോട്ട് വെച്ചത്, ഒന്ന്, പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നർ ജോലി രഹിതരായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ നമുക്കറിയാം, വിദ്യാർത്ഥികളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ തൊഴിലില്ല, ഒരു വ്യവസായ സംരംഭം പോലും ഇല്ല. PSC പട്ടികയിൽപ്പെട്ടവർക്ക് പോലും ജോലിയില്ല. കോളേജിൽ അർഹരായവർക്ക് പോലും കോളേജ് അധ്യാപകരായി ജോലി ലഭിക്കുന്നില്ല. പട്ടികയിലുള്ള എത്രയോ പേർ അതിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. പോലീസിൽ എത്രയോ PSC ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ അവർ ശയനപ്രദർശനം നടത്തുന്നു, അവർ മണ്ണുവാരി തിന്നുന്നു. ഇതൊന്നും സർക്കാർ കാണുന്നില്ല. എത്രയോ പേർ സമരം നടത്തി, അവർ രക്തം ചീന്തി സമരം നടത്തി.
ഇതൊന്നും സർക്കാർ കാണാതെ ഇപ്പോൾ പറയുകയാണ് പഠിച്ചാൽ ഉടൻ ജോലി ഉറപ്പ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യുവാക്കളെ ഇവർ കബളിപ്പിക്കുന്നത്? എത്രയോ യുവജനങ്ങളെയാണ് ഇത്തരത്തിൽ അവർ വിഡ്ഢികളാക്കി മാറ്റുന്നത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പ്രകടന പത്രികയിൽ അവർ പ്രഖ്യാപിക്കുകയാണ് പഠിച്ചാൽ ജോലി ഉറപ്പ്. എന്തുറപ്പാണുള്ളത്? ഇതൊക്കെ യുവജനങ്ങൾ ഈ പ്രകടന പത്രികയൊക്കെ തള്ളിക്കളയില്ലേ ശ്രീ പ്രിൻറ്റു മഹാദേവ്? തീർച്ചയായും കേരളത്തിലെ യുവാക്കളെ അങ്ങേയറ്റം എല്ലാ അർത്ഥത്തിലും ദ്രോഹിച്ച സർക്കാരാണ് LDF സർക്കാർ. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ PSC നിയമനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ PSCയുടെ നിയമനങ്ങളുടെ റേറ്റിംഗ് നിരക്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് കാണിച്ച ഒരു സർക്കാരാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. വളരെ ചെറിയ ചുരുക്കപ്പട്ടികയാണ് പൊതുവെ ഇപ്പോൾ PSCയിൽ പ്രഖ്യാപിക്കുന്നത്. സാധാരണ വലിയ കാലഘട്ടത്തിലൊക്കെ ജാമ്പോ പട്ടികകളായിരുന്നു. എന്നാൽ ചെറിയ പട്ടികയിൽ നിന്നുള്ള ആദ്യ റാങ്കുകാർക്ക് പോലും നിയമനം നടത്താൻ സാധിക്കാത്ത സർക്കാരാണ് ഇപ്പോൾ വലിയ അവകാശവാദങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നത് പഠിച്ചാൽ എല്ലാവർക്കും ജോലി, പഠിച്ചാൽ എല്ലാവർക്കും ജോലി ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ കേരളത്തിലാവില്ല, വലിയ അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും ഒക്കെ ആവും. അതുകൊണ്ടായിരിക്കും പറയുന്നത്. കാരണം ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി എടുത്തൊരു മനുഷ്യന് ജീവിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പഠിച്ചാലും ജോലി എന്നുള്ളൊരു വാഗ്ദാനം അത് എവിടെയാണ് എന്നൊരു കാര്യം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് അവരത് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങേയറ്റം ഈ ഇടതുപക്ഷ സർക്കാർ യുവജനങ്ങളോട് നടത്തിയിട്ടുള്ള വെല്ലുവിളികൾ, അതോടൊപ്പം തന്നെ നോക്കുക, പല സെക്ടറിനകത്തും ലക്ഷക്കണക്കിന് അനധികൃത നിയമനങ്ങളാണ് ഇവിടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. അർഹതപ്പെട്ട ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അനർഹയെ തിരികെ കയറ്റാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് ആ കാലഘട്ടത്തിനകത്ത് DYFIയുടെ കൊടി പിടിച്ചവനും SFIയുടെ കൊടി പിടിച്ചവനും അല്ലെങ്കിൽ SFIക്കാരനും DYFIക്കാരനും ഭാര്യമാർക്കും ഒരു പക്ഷേ പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നായിരിക്കും ഇവർ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാതെ കേരളത്തിലെ യുവജനങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള ലക്ഷക്കണക്കിന് യുവാക്കളുള്ള സ്ഥലമാണ് കേരളം. മറ്റുള്ള സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു മിനിമം ഒരു കേരളീയൻ്റെ ഡിഗ്രി ലെവലാണ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അങ്ങനെയുള്ള PhDയും MAയും അങ്ങനെ BTechും MTechുമുള്ള നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ സത്യത്തിൽ കേരളത്തിലെ യുവാക്കൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ സർവീസിന് പറയുകയാണ്. നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മളെ യുവാക്കളൊന്നും അവർക്ക് ആകെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായിട്ട് അവർ കാണുന്നത് തന്നെ കേന്ദ്ര സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലോ അന്യ രാജ്യങ്ങളിലോ ഏതെങ്കിലും തരത്തിലൊക്കെ ഏതെങ്കിലും ഒരു വിസയ്ക്ക് പോയിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് അതിജീവനമാണ് യുവാക്കൾ നടത്തുന്നത്. ആ യുവാക്കളുടെ ഏതെങ്കിലും തരത്തിൽ ക്ഷേമത്തിനുതകുന്നതോ തൊഴിൽപരമായിട്ടോ യാതൊരു കാര്യവും രണ്ട് മുന്നണികളും പറയുന്നില്ല. ഇടതുപക്ഷം എപ്പോഴും പറയും യുവജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറയും. പക്ഷേ യുവജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള ഒരു പദ്ധതിയോ പ്ലാനോ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാന LDF സർക്കാരോ UDF സർക്കാരോ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത് അങ്ങേറ്റ വഞ്ചനാപരമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയവും ഈ പോളിസി ഇതിനകത്ത് പ്രഖ്യാപിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതികളും ഇല്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, യുവാക്കളുടെ കണ്ണിൽ പൊടിയിടാൻ, യുവജനങ്ങളുടെ വോട്ട് തട്ടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ ഇടത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വരണം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ BJP പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിച്ചു.